കൊല്ലം നഗരത്തെ മഞ്ഞക്കടലാക്കി ശ്രീനാരായണ ഗുരു ജയന്തി ഘോഷയാത്രയിൽ ആയിരങ്ങൾ പങ്കെടുത്തു. SN ട്രസ്റ്റിന്റെയും SNDP യോഗം കൊല്ലം യൂണിയന്റെയും നേതൃത്വത്തിലായിരുന്നു ഘോഷയാത്ര സംഘടിപ്പിച്ചത്. സിംസ് ആശുപത്രിക്ക് മുന്നിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയുടെ മുന്നിൽ ശ്രീനാരായണ ഗുരുവിന്റെ വിഗ്രഹം വഹിച്ച രഥവും തൊട്ടുപിന്നിലായി നേതൃനിരയും ഒപ്പം വാദ്യമേളങ്ങളും കലാരൂപങ്ങളും. യൂണിയൻ പ്രസിഡന്റ് മോഹൻ ശങ്കർ, സെക്രട്ടറി N രാജേന്ദ്രൻ, വൈസ് പ്രസിഡന്റ് രാജീവ് കുഞ്ഞികൃഷ്ണൻ, യോഗം കൗൺസിലർ P സുന്ദരൻ, RDC കൗൺസിലർ ഡോക്ടർ C അനിത ശങ്കർ തുടങ്ങിയവർ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി. കൊല്ലം SN കോളേജിൽ സമാപിച്ച ഘോഷയാത്രയ്ക്ക് ശേഷം നടന്ന ശ്രീനാരായണ ഗുരു ജയന്തി സമ്മേളനം ധനമന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ സാഹചര്യത്തിൽ ഗുരുദർശനങ്ങൾക്ക് ഏറെ പ്രസക്തിയേറുന്നുവെന്ന് മന്ത്രി പറഞ്ഞു. ശ്രീനാരായണ കോളേജിൽ, കൊല്ലം SN കോളേജിലല്ല, പുല്ലൂർ SN കോളേജിൽ പഠിക്കുമ്പോഴാണ് ഞാനൊരു സജീവ രാഷ്ട്രീയ പ്രവർത്തകനായതെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ആ കോളേജിൻ്റെ ക്യാമ്പസിൻ്റെ ആശയങ്ങൾ, അവിടുത്തെ വിദ്യാർത്ഥികളുടെ, അവിടുത്തെ അധ്യാപകരുടെ ഏറ്റവും ചൈതന്യവത്തായ ആ പാരസ്പര്യം ഒക്കെ ഉയർത്തിത്തന്ന ആശയങ്ങൾ ഞങ്ങളെപ്പോലുള്ളവരെയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മുടെ നാടിനെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഗുരുദേവ ദർശനങ്ങളും അദ്ദേഹത്തിൻ്റെ ഓർമ്മയും സഹായകരമാകും എന്നുള്ളത് 100% നമുക്കെല്ലാം അറിയാം. അദ്ദേഹത്തിൻ്റെ സ്മരണ നമുക്ക് ആവേശമാകും എന്ന് M നൌഷാദ് MLA മുഖ്യ പ്രഭാഷണം നടത്തി. എത്രയോ പേര് മരിച്ചു, പക്ഷെ അവരെ ആരും നമ്മൾ ഓർക്കുന്നില്ല. എന്തുകൊണ്ട് ഗുരുദേവനെ ഓർക്കുന്നു? സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ച, സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി പ്രവർത്തിച്ച നവോത്ഥാന നായകരെ ഈ പ്രപഞ്ചമുള്ളിടത്തോളം കാലം മറക്കില്ല. ഇന്ന് കാണുന്ന കേരളം രൂപപ്പെടുത്തിയെടുത്തതിൽ നിർണായകമായ പങ്ക് വഹിച്ച നവോത്ഥാന നായകന്റെ ആണ് ബഹുമാൻ ഏറ്റവും പ്രിയങ്കരനായ മഹാനായ ഗുരുദേവൻ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്നുള്ളത് കൊണ്ടാണ് കേരള ജനത അത് മനസ്സുകൊണ്ട് അംഗീകരിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഇന്നും നമ്മൾ ആഘോഷപൂർവ്വം ഈ ജയന്തി ആഘോഷിക്കുന്നത്. യൂണിയൻ പ്രസിഡന്റ് മോഹൻ ശങ്കർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി N രാജേന്ദ്രൻ, മേയർ ഹണി ബെഞ്ചമിൻ, ഡോക്ടർ S സുലേഖ, അനൂപ് M ശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു.